സ്നേഹ, പറയൂ. ഇത് നല്ല മഴ. നല്ല മഴയുണ്ടല്ല പുറത്ത്. നമ്മൾ എങ്ങനെയാ പോവാ? ഇനി ബുക്ക് ചെയ്ത് നോക്ക്. ഫോൺ എടുക്ക്. കിട്ടില്ല, ഒത്തിരി സമയം എടുക്കുന്നുണ്ടല്ലോ. എത്ര മിനിറ്റ് കാണിക്കുന്നുണ്ട്? 15-20 മിനിറ്റ് എടുക്കും സ്നേഹ. 20 മിനിറ്റ് എന്തായാലും അത് ക്യാൻസൽ ചെയ്യണ്ട. ഇനിയിപ്പോൾ നമ്മൾ പോണ വരയ്ക്കും ഇനി കിട്ടിയില്ലെങ്കിലോ വേറെ കിട്ടിയില്ലെങ്കിലോ ഒരു കാര്യം ചെയ്യാം. മഴ ഓട്ടോ പ്രേതകഥകൾ കേൾക്കാൻ താല്പര്യമുണ്ടോ? താല്പര്യം ഉണ്ടോന്നോ? ഈ ഒരു മഴയും ഓട്ടോ ഒക്കെ പറയുമ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്ത് നടന്നൊരു കഥ എനിക്ക് ഓർമ്മ വരാം സുധി. സീരിയസ്ലി? യാ. സ്നേഹ, സീരിയസ്ലി ഈ സമയത്തോ? ഈ സമയത്ത് ചിലപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ പേടിച്ചു പോവും. എന്നാൽ പോലും എനിക്ക് മനസ്സിൽ തട്ടിയ ചില കഥകളുണ്ട്. മേ ബി കൺക്ലൂഷൻസ് ഉണ്ടായിരിക്കില്ല. കൺക്ലൂഷൻസ് ഉണ്ടാവുമോ എന്ന് നമ്മൾ ഒരുപാട് അതിനെക്കുറിച്ച് അതിൻ്റെ ഡോട്ട്സ് ഒക്കെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് നോക്കിയിട്ടുണ്ട്. മേ ബി ഇത് കേൾക്കുന്ന ഓരോരുത്തർക്കും അല്ലെങ്കിൽ ഇപ്പോൾ സുധിക്കും ഈ കഥയിൽ എന്താണ് എന്നുള്ള ഒരു ക്ലാരിറ്റി കിട്ടണമെങ്കിൽ മേ ബി യു ഹാവ് ടു യോർ സെൽഫ് കണക്ട് ടു ഇറ്റ്. ഓക്കെ, സോ നൗ ഡോണ്ട് ടെൽ മീ സ്നേഹ ഇപ്പോൾ ഒരു ഓട്ടോൻ്റെ കഥയാണ് പറയാൻ പോകുന്നത്. യെസ്, സീരിയസ്ലി? ഒരു ഓട്ടോൻ്റെ കഥയാണ്, ഒരു ഓട്ടോക്കാരൻ്റെ കഥയാണ്. ഓക്കെ. എൻ്റെ നാട്ടിൽ സുധി ഒരു ചെറിയൊരു അമ്പലം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു അമ്പലം നമ്മൾ റോഡ് സൈഡിലൊക്കെ നാട്ടിൽ കാണില്ലേ, ഒരു ചെറിയ കുട്ടി അമ്പലം റോഡിൻ്റെ സൈഡിൽ. അതിൻ്റെ അപ്പോൾ നമുക്ക് റോട്ടിൽ കൂടെ പോകുമ്പോൾ നമ്മളിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കോയിൻസ് എറിയുന്നു അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നു. റോട്ടിൽ കൂടെ പോകുമ്പോൾ നമ്മൾ ചെയ്യാറുണ്ട്, ഹൈവേയിലൊക്കെ യൂഷ്വലി കാണാറുണ്ട്. അങ്ങനെ ഒരു അമ്പലമാണ് എൻ്റെ വീടിൻ്റെ അടുത്താണ്. ഈ അമ്പലത്തിൽ കുറേ നാളായിട്ട് നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു ധൈര്യമാണ് ആ ഒരു അമ്പലത്തിലെ ദൈവം എന്ന് പറയുന്നത്. പക്ഷേ അതിൻ്റെ അടുത്ത് ഒരുപാട് ദുർമരണങ്ങളും അതുപോലെ ഒരുപാട് ഇൻസിഡൻസ്, നമ്മൾ വിശ്വസിക്കാൻ പറ്റാത്ത തരത്തിലുള്ള കഥകൾ, ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. അല്ല സ്നേഹ, അമ്പലം എന്ന് പറയുമ്പോൾ അമ്പലത്തിനടുത്ത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കാൻ സാധിക്കുമോ? അതുതന്നെയാണ് ഇതിൻ്റെ ട്വിസ്റ്റും അത്ഭുതവും നമ്മളെല്ലാവരും സർപ്രൈസ് ചെയ്യിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ഒരു കഥയിൽ ഇതൊരു കഥയാണോ, ഇതൊരു ഇൻസിഡൻ്റ് ആയിട്ട് പറയണോ, എനിക്ക് പോലും ഒരു ക്ലാരിറ്റി ഇല്ല. പക്ഷേ മനസ്സിൽ നമുക്ക് ഈ ഒരു കഥ കഴിഞ്ഞാൽ നമുക്കൊന്ന് തട്ടും, കുറച്ച് നേരം ഇരുന്ന് ചിന്തിക്കും. അപ്പോൾ ഈ ഒരു അമ്പലമില്ലേ, ഈ അമ്പലത്തിൻ്റെ ചുറ്റിനും ഒരു വഴിയുണ്ട്. ഈ വഴിയിൽ ഒരുപാട് കുഴികൾ, അതുപോലെ തന്നെ അടുത്തൊരു സെമിത്തേരി ഉണ്ട്. ഓക്കെ. അമ്പലത്തിനടുത്തായിട്ടോ? അമ്പലത്തിന് കുറച്ച് നീങ്ങിയിട്ട്. അപ്പോൾ നമ്മളെല്ലാവരും പറയാം ചെറുപ്പത്തിൽ, ഓക്കെ നമുക്ക് അവിടെ പോകാൻ പേടിയാണെങ്കിൽ നമുക്ക് അവിടെ ദൈവം ഉണ്ടല്ലോ നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയുള്ളൊരു നമ്മൾ കുട്ടികളായിരുന്നപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യായിരുന്നു. തീർച്ചയായിട്ടും ഒരു ധൈര്യമായിരുന്നു. ഈ ഒരു കാര്യം ആക്ച്വലി എൻ്റെ ലൈഫിൽ ഇത് ഞാൻ കേട്ടപ്പോൾ പിന്നെ ഞാൻ ആ സ്ഥലത്തേക്ക് എനിക്ക് പോകാൻ ഭയങ്കര പേടിയായിരുന്നു. Because if you visualize it, it is going to be like that. അത്രമായി ബാധിച്ചിട്ടുണ്ടോ? ഇത് എന്നെ മാത്രമല്ല, ഇത് ഈ ഒരു കഥ എന്ന് പറയുന്നത് ഒരു ഓട്ടോക്കാരനെ ബാധിച്ചൊരു കഥയാണ്. ഓക്കെ. ആ നാട്ടിൽ ഒരു ഓട്ടോക്കാരനുണ്ടായിരുന്നു സുധി. ഇപ്പോൾ നമ്മളെല്ലാവരും കാണില്ലേ ഈ രാത്രിയിൽ മാത്രം ഓട്ടോ ഓടിക്കുന്ന ആൾക്കാർ. അതെന്തുകൊണ്ടായിരിക്കും അവർ രാത്രിയിൽ ഓടിക്കുന്നത്? മേ ബി നല്ല പൈസ ഉണ്ടാക്കാനായിരിക്കും. എക്സാക്ട്ലി, പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ രാവിലെ ഓടുന്നതിൻ്റെ ഇരട്ടി ചാർജ് ചെയ്യാം നമുക്ക് രാത്രി ഓടിക്കഴിഞ്ഞാൽ, അല്ലേ? അപ്പോൾ അബ്ദു എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. അപ്പോൾ ഇയാൾ മെയിനായിട്ട് ചെയ്യുന്നൊരു കാര്യം, ആൾ ഈ രാത്രിയിൽ ഒരു 6:30-7 മണിക്ക് സന്ധ്യാസമയം ആ ഒരു സമയത്ത് വണ്ടി എടുത്ത് ഇറങ്ങും. ആളുടെ വീട്ടിൽ ആളുടെ ഉമ്മയും ഉപ്പയും മാത്രമേ ഉള്ളൂ. ഉമ്മ ഭയങ്കര സ്ട്രോങ്ങാണ്, ഉപ്പ ഭയങ്കര റിലീജിയസാണ്. അത് 2 തരത്തിലുള്ള ആൾക്കാരാട്ടോ. അപ്പോൾ അബ്ദു എപ്പോഴും വീട്ടിൽ നിന്ന് ഒരു 6:30-7 മണിക്ക് ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞാൽ വീട്ടിലോട്ടൊരു തിരിച്ച് 4 മണി 5 മണി പുലർച്ചെ രാവിലെ എത്തുള്ളൂ. അപ്പോൾ ഈ രാത്രിയൊക്കെ ആൾക്ക് ഓട്ടോ, നല്ല ഓട്ടോ, നല്ല പൈസ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു ദിവസം
ഒരു നോർമൽ ഞാൻ പറഞ്ഞ ആ ഒരു അമ്പലത്തിൻ്റെ വഴിയിൽ അദ്ദേഹം ഒരാളെ കണ്ടു. ഓക്കെ, നോർമലി നമ്മളെല്ലാവരും നിൽക്കുന്ന പോലെ തന്നെ. ആൾ ഈ വഴി കൂടെ പോയി, ഇയാൾ കൈ കാട്ടി, അവിടെ നിർത്തി. എവിടേക്കാ പോകണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ കുറച്ച് ഡിസ്റ്റൻസിൽ ഞാൻ നേരത്തെ പറഞ്ഞൊരു സെമിത്തേരി ഓർമ്മയുണ്ടോ? അതെ അതെ അതെ, അമ്പലത്തിന്റെ തൊട്ടടുത്ത് ആയിട്ട്. അവിടെ ഭയങ്കര ഇരുട്ട് പ്രദേശാട്ടോ. അവിടെ നമ്മൾ നോർമലി കാണുന്ന സെമിത്തേരികൾ പോലെയല്ല. ആ പ്രദേശത്ത് തന്നെ വേറെ അടുത്ത് വീടുകളില്ല, ലൈറ്റുകളില്ല. അല്ലെങ്കിൽ നോർമലി നമ്മൾ റൂട്ടിൽ സ്ട്രീറ്റ് ലൈറ്റ്സ് ഒക്കെ ഇടാറുണ്ട്. അങ്ങനത്തെ ഒരു ലൈറ്റ് ഇല്ല, അങ്ങനെ ഒന്നുമില്ല. അപ്പം ഈ ഓട്ടോക്കാരൻ അവിടെ നിർത്താൻ പറഞ്ഞു, ആ സെമിത്തേരിയുടെ അടുത്തായിട്ട്. ഇതാണ് എൻ്റെ സ്ഥലം, ഞാനിവിടെ ഇറങ്ങാറ്. അതൊന്നും എനിക്കറിയത്തില്ല, പക്ഷെ ഇതാണ് എൻ്റെ സ്ഥലം, ഞാൻ ഇവിടെ എപ്പോഴും ഇറങ്ങാറ്. അയാൾ അവിടെ ഇറങ്ങി. ഓക്കെ. വീടടുത്താണോ അല്ലയോ ഒന്നും നമുക്കറിയില്ല. പക്ഷേ യൂഷ്വലായിട്ട് നമ്മുടെ അബ്ദു ഓട്ടത്തിൽ ഓടുന്ന ഒരു വഴിയായിരുന്നു അത്. റെഗുലർലി അല്ലെങ്കിലും ഫ്രീക്വൻലി ഹി യൂസ് ടു ആ ഒരു വഴിക്ക് ആൾ പോകാറുണ്ട്. അങ്ങനെ അടുത്ത ദിവസം അയാൾ അവിടെ ഇറക്കി. പിറ്റേ ദിവസം രാവിലെ 5 മണിക്ക് വീട്ടിലെത്തി, ഉറങ്ങി. പിന്നെ വീണ്ടും നെക്സ്റ്റ് ഡേ രാവിലെ ഒക്കെ എല്ലാം നോർമലായി കഴിഞ്ഞ് രാത്രി വീണ്ടും ഇതുപോലെ പോയി ആ വഴിയിലൂടെ. സെയിം സ്ഥലം, അതേ ക്ലൈമറ്റ്. എക്സാക്ട്ലി. ആ ആള് വീണ്ടും വേറൊരു ഡ്രസ്സൊക്കെ ഇട്ട് പുതിയ. അപ്പം നമുക്കൊരു വ്യത്യാസം തോന്നില്ലല്ലോ. അപ്പം അയാൾ വീണ്ടും അവിടെ നിന്ന് കൈ കാണിച്ചു. അപ്പോൾ പരിചയമുള്ള ആളാണല്ലോ, ഇന്നലെ അയാൾ സെയിം വന്നല്ലോ. അപ്പോൾ അയാൾ കൈ കാണിച്ചു. അയാൾ എന്താ ചേട്ടാ വാ കയറി എന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾ പറഞ്ഞു, ഞാൻ ഇന്നലെ പോയില്ലേ, അതേ സ്ഥലത്തേക്ക് വിട്ടോട്ടാ എന്ന് പറഞ്ഞു. ഓക്കെ. പക്ഷേ ആ ദിവസം കഴിഞ്ഞപ്പോൾ അബ്ദുവിന് എന്തോ ഒരു ചെറിയൊരു, കാരണം ഈ സ്ഥലത്ത് തന്നെ കൊണ്ടു നിർത്തുന്നത് എന്താ, അബ്ദുവിന് അറിയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു സുധി. ആ ചുറ്റിനും അവിടെ ഒരു വീടില്ല എന്ന് അബ്ദുവിന് അറിയായിരുന്നു. ആ സെമിത്തേരിയുടെ അടുത്തായിരുന്നു. അവിടെ ആരുമില്ല എന്ന് അബ്ദുവിന് അറിയായിരുന്നു. എന്തുകൊണ്ടായിരിക്കും അയാൾ അവിടെ നിർത്താൻ പറയുന്നുണ്ടായിരിക്കാം എന്ന് അബ്ദു ചിന്തിച്ചു. വീട്ടിൽ തിരിച്ചു പോയി. ഉമ്മയുടെ അടുത്ത് ഈ ഒരു കാര്യം പറഞ്ഞു, ഉപ്പയുടെ അടുത്ത് ഈ ഒരു കാര്യം പറഞ്ഞു. ഇവർ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നീ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇത് നോർമലായിട്ടുള്ളൊരു കാര്യമാണ്. ഇത് അങ്ങനെ പല ആൾക്കാരും അവിടെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. മേ ബി നമുക്കറിയാത്ത ചില വീടുകൾ അപ്പുറത്തുണ്ടായാലോ. ഈ നാട്ടിലൊക്കെ അങ്ങനല്ല, ഈ ഉള്ളിലൊക്കെ കടന്നു പോയിട്ടാണ് വീടൊക്കെ കാണാൻ. അതെ. പക്ഷേ അബ്ദു അയാളെ പ്രസന്റ് ചെയ്തൊരു രീതി ഉണ്ടായിരുന്നു. ഒരു വികൃതമായ രൂപമായിരുന്നു. വികൃതം എന്ന് ഞാൻ ഉദ്ദേശിച്ചത് നോട്ട് ക്ലീൻ ആയിട്ടുള്ളൊരു ഡ്രസ്സിങ് ആയിരുന്നില്ല. ഭയങ്കര മെസ്സിയായി, മുടിയൊക്കെ എന്താ പറയുക, എന്തോ ആള് ഡ്രസ്സ് മാത്രം ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അയാൾ ഡ്രസ്സിങ് സെൻസിലൊക്കെ ഇങ്ങനെ മോശമാണ് പറഞ്ഞാൽ പിന്നെ അയാൾ ഓട്ടോയിലൊക്കെ എങ്ങനെ യാത്ര ചെയ്യുന്നത്? അയാളിപ്പോൾ ഇനി പണിക്ക് പോയിട്ട് അങ്ങനെ വരുവാണോ? ഇതിലൊരു ഡിഫറൻസ് ഉണ്ട് സുധി. എന്താ? ഇയാൾ കൊടുക്കുന്ന പൈസ ഉണ്ടല്ലോ, അത് അബ്ദു ശ്രദ്ധിച്ചു. ഇയാൾ കൊടുക്കുന്ന ക്യാഷ് നമ്മൾക്ക് പുതുപ്പണം കിട്ടില്ലേ, പുതുപ്പണം, അതുപോലെയായിരുന്നു. ഫ്രഷ് നോട്ട്സ് ആയിരുന്നു. അത് 2 ദിവസം ശ്രദ്ധിച്ചു. ഓക്കെ, കഴിഞ്ഞു, എല്ലാം അവിടെ വിട്ടു. ഉമ്മ പറഞ്ഞു ഓക്കെ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. നെക്സ്റ്റ് ഡേ അബ്ദു സെയിം വഴി കൂടെ പോകുന്നു. എന്തായിരിക്കും അവിടെ കണ്ടിട്ടുണ്ടായിരിക്കാം? എക്സാക്ട്ലി, ഹി സ്റ്റാൻഡിങ് ദേർ. അപ്പോൾ അബ്ദുവിന് നല്ലോണം പിടിച്ചിട്ടുണ്ടാവല്ലേ ഇയാൾക്ക്? മേ ബി നോട്ട്. ഇയാൾ വീണ്ടും കൈ കാണിക്കുന്നു. ഇയാൾ പറയുന്നു, ഇയാൾ വണ്ടിയിൽ കയറുന്നു. അപ്പോൾ അബ്ദുവിനൊരു ചെറിയൊരു സംശയം, ആ വഴി കൂടെ നമുക്ക് വേറെ സ്ഥലത്ത് കൂടെയും പോവാം. ഇങ്ങനൊരു വഴി കൂടെ നമുക്ക് ആ സ്ഥലത്ത് റീച്ച് ആവും. അപ്പോൾ വേറൊരു വഴി കൂടെ എടുത്ത് നോക്കി. അപ്പോൾ ഇയാൾ എന്തു പറഞ്ഞിട്ടുണ്ടായിരിക്കും?
നമുക്ക് ആ വഴി കൂടെ പോവാം, എളുപ്പമാണെങ്കിൽ അത് അടുത്ത്. പക്ഷെ ഇയാള് പറഞ്ഞത് എന്താണെന്നറിയോ, എന്ത്? അതിൽ കൂടെ പോവാൻ പറ്റില്ല, എനിക്ക് ഞാൻ പറഞ്ഞ വഴി കൂടെ തന്നെ പോണം. അബ്ദു പറഞ്ഞു. അവർ രണ്ടുപേരും ഭയങ്കരമായിട്ട് ആർഗ്യൂ ചെയ്തു സുധി, ഭയങ്കരമായിട്ട് പറഞ്ഞു, എനിക്ക് ഈ വഴി കൂടെ പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനാണ് തനിക്ക് പൈസ തരുന്നെങ്കിൽ ഞാൻ പറയുന്ന വഴി കൂടെ തന്നെ പോയിരിക്കണം. അബ്ദു പറഞ്ഞു, അന്ന് എനിക്ക് തന്നെ കൊണ്ടുപോകാൻ താല്പര്യമില്ല, ഇറങ്ങിക്കോളൂ എന്ന് പറഞ്ഞു. നല്ല വഴക്കായില്ലേ? നല്ല വഴക്കായി സുധി, ഇറങ്ങിക്കോളൂ എന്ന് പറഞ്ഞു. അതിനുശേഷം ഇയാള് പറഞ്ഞു, അന്ന ഒരു കാര്യം ചെയ്യൂ, താൻ എന്നെ ഓട്ടോയിൽ അവിടേക്ക് ആക്കണ്ട, താൻ എൻ്റെ കൂടെ നടന്നു വരുമെന്ന് ചോദിച്ചു. നടന്നു വരുന്നോ? എന്തിനായിരിക്കും ഈ അബ്ദു രാത്രി വണ്ടി ഓടിക്കുന്നുണ്ടായിരിക്കുക? കാശ് കൂടുതൽ ഉണ്ടാക്കാൻ. അതെ, രാത്രി ഓട്ടത്തിന് കൂടുതൽ കാശ് കിട്ടും, അതും വണ്ടിക്കാശ്, വണ്ടിക്കൂലി. നടന്നു കഴിഞ്ഞാൽ ഇതിനും എക്സ്ട്രാ പൈസ തരാമെന്ന് പറഞ്ഞു. സ്നേഹ, ഈ രാത്രി ആരാ ഈ ഓട്ടോ ഇരിക്കുമ്പോൾ എന്തിനു നടന്നു പോകണം? അതാണ് ഇവിടുത്തെ ട്വിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അബ്ദുവിന് പൈസയാണ് വേണ്ടത്, വീട്ടിൽ ഒരുപാട് കടങ്ങളുണ്ട്. അപ്പോൾ അബ്ദു വിചാരിച്ചു, എന്നാൽ ശരി വാ നടക്കാമെന്ന് വിചാരിച്ചു. ഇവർ രണ്ടുപേരും കൂടെ പതുക്കെ 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 നടന്നു പോവാ. എവിടെ എത്തിയിട്ടുണ്ടായിരിക്കും? അതേ സ്ഥലത്തിൽ, ആ സെമിത്തേരിയുടെ അവിടെ. ലൈറ്റുകളൊന്നുമില്ല. അയാളുടെ വീട് എവിടെയായിരിക്കും സ്നേഹ? അവിടെ പക്ഷെ ചുറ്റിനും ഒരു വീടും നമ്മൾ കാണുന്നില്ലല്ലോ, അവിടെ ആരും കാണുന്നില്ല, ഒന്നും കാണുന്നില്ല, ലൈറ്റില്ല, ഒരാളുടെ സൗണ്ട് പോലും ഇല്ല, ഒരു പട്ടിക്കുഞ്ഞു പോലും അവിടെ ഇല്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇവിടെയാണ് എനിക്ക് വരണ്ടേന്ന് ഇയാൾ അവിടെ വെച്ചിട്ട് പറഞ്ഞു. ഇതാണ് എൻ്റെ സ്ഥലം, ഞാൻ ഇവിടെയാണ് താമസിക്കുന്നത്, ഇവിടെയാണ് എൻ്റെ സ്ഥലം എന്ന് ഒരു വിഭ്രാന്ത രീതിയിൽ ആൾ പറഞ്ഞു. കൈയും കാലും ഒക്കെ ഒരു ഭ്രാന്തമായിട്ടുള്ള ഒരു സംസാരമല്ലേ, ആ ഒരു രീതിയിൽ ആൾ പറഞ്ഞു. ഒന്നും നോക്കിയില്ല അബ്ദു, നേരെ തിരിച്ചൊറ്റോട്ടം, ഒന്നും നോക്കിയില്ല, ആളെയും നോക്കിയില്ല, ഒന്നും നോക്കിയില്ല. പക്ഷെ തിരിച്ചെത്തി ആ ഓട്ടോയുടെ അവിടെ എത്തിയപ്പോൾ കണ്ടൊരു കാര്യം, അയാൾ അവിടെ വീണ്ടും നിൽക്കുന്നു. അറിയില്ല, അയാൾ അവിടെ വീണ്ടും നിൽക്കുകയാണ്. അബ്ദു ഓട്ടോ എടുത്ത് പെട്ടെന്ന് വീട്ടിൽ പോയിട്ട് ഈ സെയിം കാര്യം ഉമ്മയുടെ അടുത്ത് ഉപ്പയുടെ അടുത്ത് പറഞ്ഞപ്പോൾ ഉപ്പ പറഞ്ഞു, ഇനി നീ പോണ്ട, ആ ഭാഗത്തേക്കേ പോണ്ട, നീ വേറെ സ്ഥലത്തേക്ക് ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോയാൽ മതി, നീ ആ ഭാഗത്തേക്കേ പോണ്ടെന്ന് പറഞ്ഞു. ഉമ്മ പറഞ്ഞു, നീ എന്തിനാ അങ്ങനെ പേടിക്കേണ്ട ആവശ്യം, നീ ഒരു ആണല്ലേ, നിനക്ക് എന്തിനാ അതിൻ്റെ ഒരു പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നീ അങ്ങനെ പോണം എന്ന് ഉമ്മ പറഞ്ഞു. പക്ഷെ ആൾക്ക് ഉപ്പ പറഞ്ഞ കാര്യം കേട്ട് ഓപ്പോസിറ്റ് രീതിയിലോട്ട് പോയി. എന്നുവെച്ചാൽ ഈ സെമിത്തേരിയുടെ ഭാഗത്തിലോട്ട് അദ്ദേഹം പിന്നെ കുറച്ച് ദിവസം ഓടിയില്ല. നല്ല രീതിയിൽ പേടിച്ചു. അത് കഴിഞ്ഞ് തിരിച്ച് ആള് ഓട്ടത്തിലാണ്, നോർമലായിട്ട്. ഓക്കെ, ഇങ്ങനെ ഓടുന്ന സമയത്ത് ഒരാള് വീണ്ടും കയറി. പക്ഷെ അതൊരു മെയിൻ റൂട്ടിൽ നിന്നായിരുന്നു, നമ്മൾ മെയിനായിട്ട് കാണുന്ന നോർമൽ സ്ഥലങ്ങളിൽ നിന്നായിരുന്നു. അതിൽ നിന്ന് കയറി ഇയാൾ എവിടേക്കാണെന്ന് ചോദിച്ചു, എത്ര രൂപയാണെന്ന് ചോദിച്ചു. അങ്ങനെ നോക്കി നമ്മളുടെ ആ ഒരു ഫ്രണ്ട് മിററില്ലേ, കാണുന്ന മിറർ, ആ മിററിൽ നോക്കിയപ്പോൾ അന്ന് കണ്ട ആ ആളുടെ മുഖം കണ്ടു. ബാക്കിലിരിക്കുന്നത് ആളായിരുന്നു. വേറെ റൂട്ടിൽ പോയിട്ടും അവിടെ ഇയാൾ വന്ന് നിൽക്കുക. അതെ. അതിനുശേഷം ഓരോ ആൾക്കാരും ഇയാളുടെ ഓട്ടോയിൽ കയറുമ്പോൾ ഇയാൾക്ക് ആ ഒരാളെ പോലെയാണ് അബ്ദുവിന് തോന്നുന്നത്. മേ ബി ആയിരിക്കാം, പേടിയായിരിക്കാം, മേ ബി ആ ആളുടെ ഒരു പ്രസൻസ് അവിടെ ഉണ്ടോ. കാരണം അബ്ദു ഇങ്ങനെ ഒരാളെ ജീവിതത്തിൽ മുന്നേ കണ്ടിട്ടില്ല. അതിനുശേഷം ഇയാൾ ഓട്ടം ഇങ്ങനെ വീട്ടിലോട്ട് ഇങ്ങനെ മതിയായി, ഇന്നത്തെ ദിവസം എന്തോ ശരിയല്ല, ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നതാണോ എന്നൊക്കെ വിചാരിച്ച് പതുക്കെ വീട്ടിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. വീടിൻ്റെ ഫ്രണ്ടിൽ വെള്ളം ചോദിച്ചിട്ട് ഒരാൾ നിൽക്കുന്നു. അയാളെ തന്നെ. അബ്ദു നല്ല രീതിയിൽ പേടിച്ചു. അന്ന് ആൾ വീണതാണ്. 3 മാസം കഴിഞ്ഞ് അയാളെ എണീക്കാൻ വേണ്ടിയിട്ട് ഹി വാസ്
ടോട്ടലി പാരലൈസ്ഡ്. അല്ല സ്നേഹ, അയാൾ വീടിനടുത്ത് വന്ന സമയത്ത് എന്തെങ്കിലും സംസാരിച്ചായിരുന്നോ? അയാൾ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, എന്ത് സ്നേഹ? എനിക്ക് കുറച്ച് വെള്ളം തരൂ, എനിക്ക് വെള്ളം വേണം, കുറച്ച് വെള്ളം കുടിക്കാൻ തരൂ. ആ ഒരു വിഭ്രാന്തത നേരത്തെ കണ്ടില്ലേ? ആ ഒരു സമയത്ത് അതേ വിഭ്രാന്തതയോടെ അയാൾ എനിക്ക് കുറച്ച് വെള്ളം തരൂ, എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കൂ, എനിക്ക് കുറച്ച് വെള്ളം തരൂ എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ അബ്ദു വീണതാ. അതിനുശേഷം 3 മാസം ഹി ഗോട്ട് കംപ്ലീറ്റ്ലി പാരലൈസ്ഡ്. ഹി വാസ് ഓൺ ബെഡ്. അതിനുശേഷം ഒരു 3 മാസം കഴിഞ്ഞ് അബ്ദു എണീക്കുന്ന സമയത്ത് പിന്നെ ഭ്രാന്തമായ ഒരു അബ്ദുവിനെ നമ്മൾ കാണുന്നത്. എന്താ സ്നേഹ പറയുന്നത്? ആൾക്ക് ഭ്രാന്ത് പിടിച്ചോ? ഡ്രസ്സുകൾ വലിച്ച് കീറുക, വീട്ടിലെ എല്ലാ സാധനങ്ങളും അടിച്ച് പൊട്ടിക്കുക, എല്ലാം നശിപ്പിച്ചുകൊണ്ടിരിക്കുക. പതുക്കെ 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 അബ്ദു നമ്മളെല്ലാവരും വിട്ടുപോയി. അപ്പോൾ ഇയാൾ ആരാ സ്നേഹ? ഒരുപാട് പ്രെഡിക്ഷൻസ് നടന്നു സുധി. പക്ഷേ അവസാനം കണ്ടുപിടിച്ചൊരു കാര്യം എന്താണെന്നറിയോ? അബ്ദു സ്ഥിരമായിട്ട് പോകുന്നൊരു റൂട്ടാണെന്ന് പറഞ്ഞില്ലേ, അതും രാത്രിയിൽ. ആ രാത്രി പോകുന്ന സമയത്ത് ഒരു ദിവസം അബ്ദു പോകുന്ന ആ റൂട്ടിൽ പോകുന്ന ആ വഴിക്ക് കുറച്ച് മുന്നായിട്ടൊരു ബസ് പോകുന്നുണ്ടായിരുന്നു. ആ ബസ്സിൽ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ബസ് ഡ്രൈവർ നല്ല രാത്രി ആയതുകൊണ്ട് തന്നെ നല്ല കാറ്റും മഴയുണ്ടായിരുന്നു. അയാൾ നല്ല സ്പീഡിൽ ഓടിക്കുന്നുണ്ടായിരുന്നു. ഒരാൾ ക്രോസ് ചെയ്തു, അയാൾ കണ്ടില്ല, ഇടിച്ചു വണ്ടി കയറി, അയാൾ മരിച്ചോ ഇല്ലയോ എന്ന് ഒന്ന് ഇറങ്ങി നോക്കാൻ പോലും ആരും ഉണ്ടായിരുന്നില്ല. ആ വണ്ടി നിർത്താണ്ട് പോയി. അയാളവിടെ വെള്ളം കിട്ടാണ്ടാണോ മരിച്ചേ? മേ ബി വെള്ളം കിട്ടാണ്ട്. അപ്പൊ സ്നേഹ അതാണ് ആള് വന്ന് വെള്ളം ചോദിച്ചല്ലേ? ആയിരിക്കാം. പക്ഷെ അതിനുശേഷം എപ്പോ അബ്ദു ആ ഒരു വഴിക്ക് പോയാലും മേ ബി ആ ഒരു ഹെൽപ്പിന് വേണ്ടിയിട്ടായിരിക്കാം, ആ ഒരു സഹായം കേൾക്കുന്നത് കൊണ്ടായിരിക്കാം. പക്ഷെ അബ്ദുവും പേടിച്ചു. ആളുടെ ആ ഒരു ജീവിതം പോലും അതിൽ പോയി കഴിഞ്ഞു. പക്ഷെ ആ ഒരു ദിവസം നടന്നൊരു കഥ അതിപ്പോഴും നമ്മളെല്ലാവരും അവിടെ പേടിപ്പിക്കുന്നൊരു കഥയാണ്. ഈ ഒരാളവിടെ നിന്ന ആ ഒരു സ്ഥലമുണ്ടല്ലോ, ആ ഒരു സ്ഥലം നമ്മളിപ്പോഴും നമുക്കവിടെ കാണാം. ഞങ്ങളെല്ലാവരും പേടിക്കുന്നൊരു സ്ഥലമാണ്. അവിടെ പോകാൻ വേണ്ടി ഞങ്ങൾക്ക് ഭയങ്കര പേടിയാണ്. രാത്രിയിൽ ഒരാളും ആ ഒരു മനുഷ്യനും അവിടേക്ക് പോവില്ല. പക്ഷെ ആ ഒരു ദിവസം മറക്കാൻ പറ്റാത്തൊരു ദിവസം. എന്തായാലും ഇതായിരുന്നു കഥ. എന്തായാലും നമ്മുടെ ഓട്ടോ വന്നു. മഴ, ഓട്ടോ, കുഴപ്പമില്ല, നമുക്ക് പോവാം. നമ്മൾ 2 പേരുണ്ടല്ലോ. ഓട്ടോ കേറണോ സ്നേഹ? നമുക്ക് നടന്നു പോയാലോ? നമുക്ക് നോക്കാം. എന്തായാലും ആ ഒരു ദിവസം മറക്കാൻ പറ്റാത്തൊരു ദിവസമായിരുന്നു ഇന്നത്തെ ഒരു ദിവസം.